ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 220. നമ്മൾ ഇപ്പോൾ നോക്കുന്നത് 54-ാമത്തെ ഉപനിഷത്തായിട്ട് കഠോപനിഷത്താണ്. അതിൽ 43-ാമത്തെ ക്ലാസ്സാണ്. അതിൽ 31-ാമത്തെ ഇതിൽ 10-12 വരെയുള്ളതാണ് ഇന്ന് നോക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം 10-ൽ എന്താണ് പറയുന്നത് നോക്കാം. ബലവാനായ ഇന്ദ്രിയങ്ങൾ സാധകനെ ബലാത്കാരേണ തന്നിലേക്ക് അടുപ്പിക്കുന്നു. ഇന്ദ്രിയങ്ങളാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും സാധാരണ നിയന്ത്രിക്കുന്നത്. നമ്മളെ എന്ന് പറയുമ്പോൾ ജീവാത്മാവായിട്ട് എടുക്കണം. ആ ബ്രഹ്മമാണ് ഈ പ്രപഞ്ചത്തിൽ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആ ബ്രഹ്മമാണ് നമ്മളായിട്ട് മാറിയത്. അപ്പം നമ്മൾ ആ ബ്രഹ്മം തന്നെയാണ്. സ്വർണം മാലയായി മാറിയാൽ സ്വർണം തന്നെയാണ് മാല. പക്ഷേ അത് ഉള്ളിലെത്തിയിട്ട് എന്തിനാണ് നമ്മളെ സൃഷ്ടിക്കുന്ന ഒരു കർമ്മം ചെയ്യാനാണ്. അപ്പോൾ ഉള്ളിലതുണ്ട്. ഉള്ളിലല്ലേ ഈ ശരീരം മുഴുവൻ അതാണ് സർവത്ര വ്യാപിച്ച് കിടക്കുന്നതെന്ന് പറയുന്നത്. അതേസമയം ഹൃദയത്തിലാണ് അതിൻ്റെ പ്രവർത്തന കേന്ദ്രം. ആ ഹൃദയത്തിൽ നമ്മളെ ഒരു പ്രവൃത്തി ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മിൽ ഞാനെന്നൊരു വികാരം ഉണ്ടാക്കുന്നു. പ്രവൃത്തി ചെയ്യാത്ത സമയത്ത് ഞാനില്ല. എപ്പോഴെന്ന് ചോദിച്ചാൽ ഗാഠനിദ്രയിലും ഞാനില്ല. കാരണം എന്നെ കൊണ്ട് പ്രവൃത്തി ചെയ്യിപ്പിക്കേണ്ട. പക്ഷെ പ്രവൃത്തി ചെയ്യേണ്ട സമയം വരുമ്പോഴാണ് ഞാനെന്നൊരു ചിന്ത ഉണ്ടായിട്ട് പിന്നെ എനിക്ക് ഞാനെന്ന ചിന്ത ഉണ്ടാകും. ഞാൻ നീ പിന്നെ എല്ലാം ദ്വയമായി മാറി, പലതായി മാറി, ഗുണങ്ങളായിട്ട് മാറി. ഗാഠനിദ്രയിലോ ഗുണമില്ല. ഇപ്പോഴും ഞാനായിട്ട് മാറിയിട്ട് എന്നിലോരോ ആഗ്രഹമുണ്ടായിട്ട് തോന്നിപ്പിക്കും. എങ്ങനെ ആഗ്രഹം ഉണ്ടാകുന്നത്? നമ്മളെ പഞ്ചേന്ദ്രിയങ്ങൾ കണ്ണിലോട്ട് ഒന്ന് കാണുമ്പോൾ അതിൻ്റെ പിന്നാലെ പോവും, കേൾക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ പോവും, പിന്നെ ആ ഇന്ദ്രിയങ്ങൾ. അപ്പം നമ്മളെ ഇന്ദ്രിയങ്ങളാണ് വലിച്ചു കൊണ്ടുപോകുന്നത്. ഏതിനെ? നമ്മളെന്ന് പറയുന്നതിനാണ് ജീവാത്മാവ് എന്ന് പറയുന്ന ഉള്ളിലിരിക്കുന്ന ശക്തിക്ക് പരമാത്മാവ്. അത് നിശ്ചലമായി നിൽക്കുകയാണ്. ഞാനെന്ന ചിന്തക്ക് ജീവാത്മാവായിട്ട് ചിന്തിക്കാം. അപ്പം എന്നെ നമ്മുടെ കണ്ണ്, മൂക്ക് വല്ല ഇന്ദ്രിയങ്ങൾ ഓരോ ആവശ്യങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നു. നമ്മളതിൻ്റെ അടിമയായിട്ട് പോകുന്നു. അപ്പം ഇന്ദ്രിയങ്ങൾ സാധകനെ നമ്മെ തന്നിലേക്ക് അടുപ്പിക്കുന്നു. ഇത് മനസ്സിലാക്കിയിട്ട് ഇന്ദ്രിയങ്ങളിൽ നിന്നും വിഷയങ്ങളെ അകറ്റി നിർത്തണം. അപ്പം വിഷയങ്ങൾ എന്താണ്? അവിടെ ഒരു മാങ്ങ ആണെന്നു, ആ നല്ല മാങ്ങ പോയി പറിച്ച് തിന്ന് കളയാം, അതാണ് വിഷയം. പക്ഷെ ഇന്ദ്രിയങ്ങൾ കാണിച്ചു തന്നിട്ട് പറയും അത് അതിൻ്റെ പിന്നാലെ പോകും. ആ വിഷയങ്ങളിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തണം. അപ്പം ഇന്ദ്രിയങ്ങളിൽ കണ്ണിലൂടെ കാണും, കേൾക്കും, തൊട്ടുപോകും, ഇങ്ങനെയെല്ലാം പല രുചിക്കും ഇതിനെല്ലാം പലതിനും പ്രേരിപ്പിക്കുമ്പോൾ ആ വിഷയങ്ങളിൽ നിന്നും നമ്മളെ അകറ്റി നിർത്തണം. ഇത് മനസ്സിലാക്കിയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കണ്ണു മൂക്കെല്ലാം തന്നിട്ട് ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ആ വിഷയങ്ങളിൽ നിന്ന് അത് കാണിച്ചു തരും. പക്ഷെ നമുക്ക് അതിൻ്റെ പിന്നാലെ പോകരുത്, അകറ്റി നിർത്തണം. അതിൽ മനസ്സ് ബലവാനാണ്. അത് മനസ്സിനാണ് നിൽക്കുന്നത്. മനസ്സ് ശക്തമാണെങ്കിൽ നമുക്ക് വിഷയങ്ങളുടെ പിന്നാലെ ഓടാതെ പിടിച്ചു നിൽക്കാം. അപ്പം മനസ്സ് ശക്തമാണ്. വിഷയങ്ങളിൽ മനസ്സ് അനാസക്തരെങ്കിൽ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും അവന് യാതൊരു ഹാനിയും വരുത്തില്ല. അതുമായിട്ട് ഒരു ബന്ധവും കാണുന്നതുമായിട്ട് നമുക്ക് ഒരു മനസ്സ് പിടിച്ചു നിൽക്കുകയാണ്. അതുമായിട്ട് ഒരു ബന്ധമില്ലാതാക്കുകയാണെങ്കിൽ പിന്നെ വിഷയങ്ങൾക്കും ഇന്ദ്രിയങ്ങൾക്കൊന്നും നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ മനസ്സിനെക്കാട്ടി വലിയവനാണ്, ബലവാനാണ് ബുദ്ധി. മനസ്സിനെ എങ്ങനെയാണ് പിടിച്ചു നിർത്തേണ്ടത്? നമ്മൾ ബുദ്ധി ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് ഈ ഒരു ശക്തിയാണ് നമ്മളെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതത്രയും
കാട്ടിക്കൂട്ടുന്നത് എന്ന് തിരിച്ചറിവ് ബുദ്ധിയിലൂടെയാണ് നേടുന്നത്. പിന്നിലൊരു ശക്തിയുണ്ട്, അവനാണ് ഇങ്ങനെ നമ്മളെ കൊണ്ട് കളിപ്പിക്കുന്നത് എന്ന് ബുദ്ധിമുണ്ട് മനസ്സിലാക്കണം. അപ്പം ബുദ്ധിയാണ് മനസ്സിനേക്കാൾ ബലവാൻ. അതിനാൽ ബുദ്ധി ഉപയോഗിച്ചിട്ട് മനസ്സിനെ രാഗദോഷാദികളിൽ നിന്ന് മുക്തമാക്കണം. ബുദ്ധി ഉപയോഗിച്ചിട്ട് മനസ്സ് രാഗം, ദോഷം ഇത്യാദികളിൽ നിന്നെല്ലാം മുക്തമാക്കണം. ബുദ്ധിയേക്കാൾ മഹാനാണ് ആത്മാവ്. ഞാനെന്ന ചിന്ത, ഞാനെന്ന ഒരു ചിന്താഗതി ഉണ്ടല്ലോ, അതാണ് അതിനെക്കാട്ടിയും വലുത്. അപ്പം അതിനാൽ ആത്മാവാണ് മറ്റുള്ളവയെല്ലാം നിയന്ത്രിക്കുന്നത്. അപ്പം ഈ ആത്മാവ് എന്ന് പറയുന്നത് രണ്ടെണ്ണമുണ്ട്. ഒന്ന് ഞാൻ എന്ന ചിന്തയുണ്ടാക്കുന്ന ആത്മാവ്, അത് ജീവാത്മാവ്. അതാണ് ഇതിനെല്ലാം കാട്ടിയും ശ്രേഷ്ഠൻ. അതിൻ്റെ പിന്നിലൊരു ആത്മാവുണ്ട്, ഈ ഞാൻ എന്ന ചിന്ത ഉണ്ടാക്കുന്ന ഒരു ശക്തി, അത് പരമാത്മാവ്. അതിലും മഹാനെന്ന് പറയാം. അപ്പോൾ ആത്മാവാണ് ഇതിനെക്കാട്ടിയെല്ലാം മഹത്തരം. അതിനെക്കാട്ടി മഹാനാണ് പരമാത്മാവ്. പക്ഷേ പരമാത്മാവ് ഇതൊന്നും ഇടപെടില്ല. ആത്മാവിനെ കൊണ്ട് നമ്മൾ ഇതിനെയെല്ലാം നിയന്ത്രിക്കണം. പരമാത്മാവ് വന്നിട്ട് ഇടപെടുന്നത്, കാരണം അത് തന്നെയാണ് ഈ ആത്മാവ് ഞാനെന്ന ഒരു ചിന്ത ഉണ്ടാക്കിയിരിക്കുന്നത്, കർമ്മം ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അത് നമ്മളെ നേരിട്ട് സഹായിക്കുകയൊന്നുമില്ല. ഞാനെന്ന ചിന്ത തന്നെ ശ്രമിച്ചിട്ട് അത് നേടണം. 11. യാതൊന്നിനാൽ ജീവൻ ഭഗവാനെ അറിയുന്നില്ലയോ അത് തന്നെ മറ. അപ്പൊ ഈ ഞാന് എന്ന ചിന്തക്ക് അതിൻ്റെ പിന്നിൽ ഞാനെന്ന ചിന്ത ഉണ്ടാക്കുന്ന ആ ശക്തി പരമാത്മാവിനെ അറിയുന്നില്ല. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഞാനാണ് വലുതെന്ന്. പക്ഷെ ഞാനെന്ന ചിന്ത ഉണ്ടാക്കിയിട്ട് കളിക്കുന്ന ഒരു ശക്തി പിന്നിലുണ്ട്, അതാണ് പരമാത്മ. പക്ഷെ അതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, ബുദ്ധി ഒന്നും ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. ആ ഗ്യാപ്പിനാണ് മറ എന്ന് പറയുന്നത്. അപ്പം ഇതിനെ എന്തോ ഒന്ന് മറച്ചു വെച്ചിട്ടുണ്ട്. ആ ഉള്ളിലുള്ള പരമാത്മാവും ഞാനെന്ന ചിന്തയുള്ള ജീവാത്മാവിനെയും ഒരു മറ കൊണ്ട് മറച്ചു വെച്ചിട്ടുണ്ട്. അതുമൂലം സർവവ്യാപിയായിരിക്കുന്ന ആ പരമാത്മാവാണ് ബ്രഹ്മം. ബ്രഹ്മമാണ് ഈ പ്രപഞ്ചത്തിലെല്ലാമായത്, ഞാനുമായത്, എൻ്റെ ഉള്ളിൽ ഹൃദയത്തിൽ ഇരിക്കുന്നത്. അപ്പം അത് സർവവ്യാപിയാണ്. അത് അടുത്ത് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്, അടുത്ത് തന്നെയുണ്ട്. ആ ഈശ്വരൻ തന്നെയാണ് ഈ ശരീരമായി മാറിയിരിക്കുന്നത്. ഈ ശരീരത്തിനുള്ളിൽ കിടന്ന് ഞാനെന്ന ഒരു ചിന്ത ഉണ്ടാക്കിയിട്ട് വർക്ക് ചെയ്യുന്ന ഈശ്വരനും ഹൃദയത്തിലുണ്ട്. അത് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിട്ടും ആ പരമാത്മാവിനെ അവൻ അറിയാൻ പറ്റുന്നില്ല. അപ്പം ഞാനെന്ന ജീവാത്മാവിന് ഞാനായിത്തീർന്ന ആ ശക്തിവിശേഷത്തെയും ഞാനെന്ന ചിന്തയുണ്ടാക്കുന്ന എന്നെക്കൊണ്ട് കർമ്മം ചെയ്യുന്ന ആ ശക്തിവിശേഷം, അതാണ് ഹൃദയത്തിലിരുന്ന് ചെയ്യുന്നത്. ആ പരമാത്മാവിനെ അറിയാൻ പറ്റുന്നില്ല. അതിനെ ആശ്രയിച്ചാൽ ജീവാത്മാവിന് സ്വന്തം ശക്തിയാൽ ഈ മറ മാറ്റുവാനാവില്ല. അപ്പം ഇത് തമ്മിലൊരു ജീവാത്മാവും പരമാത്മാവും തമ്മിൽ പിന്നിലുള്ള ഈശ്വരനും ഞാനെന്ന ചിന്തയുണ്ടാക്കുന്ന ജീവാത്മാവും തമ്മിലൊരു മറയുണ്ട്. ആ മറ മാറ്റാൻ ഞാനെന്ന ജീവാത്മാവിന് സ്വയം വിചാരിച്ചാൽ പറ്റില്ല. പിന്നെ എന്തു വേണം? അതിനെ ആശ്രയിക്കണം. ആ പരമാത്മാവിൽ മനസ്സിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് എപ്പോഴും അതുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കണം. അതെങ്ങനെയാണ്? ഈ ചിന്തകളിലൂടെ. ഉണ്ട്, അങ്ങനെ ഉള്ളിലൊരു ശക്തിയുണ്ട്. അങ്ങനെ ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ ആ മറ മാറ്റാം. ആ മറയെയാണ് മായ എന്ന് പറയുന്നത്. അപ്പം മായാലോകം എന്ന് പറഞ്ഞാൽ ഞാനെന്നൊരു ചിന്ത വെച്ചിട്ടാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ എല്ലാം പിന്നിൽ കളിക്കുന്ന ഒരു ശക്തി പിന്നിലിരുന്നു കൊണ്ടാണ് ഞാനെന്ന ചിന്ത തന്നെ ഉണ്ടാക്കുന്നത്.
കർമ്മം ചെയ്യാനാണ് ഉണ്ടാക്കുന്നത്. എപ്പോൾ ഗാഠനിദ്രയിലില്ല, ഇനി ഞാൻ ഉണ്ടാക്കുന്നില്ല. എണീക്കുമ്പോഴാണ് ഞാനെന്ന ചിന്തയായിട്ട് എണീക്കുന്നത്. എന്തിനേയും ജോലി ചെയ്യാൻ. ഇതെല്ലാവരാണ് പിന്നിൽ നിന്നൊരു ശക്തിയാണ്. ആ ശക്തിക്കാണ് പരമാത്മാവ് എന്ന് പറയുന്നത്. അപ്പം അതിനെ തന്നെ ആശ്രയിച്ചാൽ ആ ഗ്യാപ്പിനാണ് മായ എന്ന് പറയുന്നത്. അല്ലാതെ മായാലോകം എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. നമ്മളുടെ ഉള്ളിൽ തന്നെയാണ് ആ ഗ്യാപ്പ് കിടക്കുന്നത്. ഈ മായയെ അതിൻ്റെ ശക്തിയാൽ മാറ്റിയാൽ, അത് വിചാരിച്ചാലേ നമ്മളെ ഈ മായ മാറ്റാൻ പറ്റും. കാരണം അതാണ് ഞാനെന്ന ചിന്ത ഉണ്ടാക്കുന്നത്, എന്നെക്കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നത്. അപ്പം എൻ്റെ കർമ്മം നിലനിൽക്കുന്ന കാലത്തോളം അത് ഞാനെന്ന ചിന്തയുണ്ടാക്കും, എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യും. അപ്പം അത് വിചാരിക്കുകയാണ് ഇനി ഇവനെ കൊണ്ടൊന്നും കർമ്മം ചെയ്യിപ്പിക്കണ്ട എന്ന് വെച്ചു വരുമ്പോൾ ഈ ഞാനെന്ന ചിന്ത ഉണ്ടാക്കേണ്ട ആവശ്യവും വരില്ല. അപ്പോൾ ഈ ഞാനെന്ന ചിന്ത അതായിട്ട് മാറും. അതാണ് ബ്രഹ്മസാക്ഷാത്കാരം. അത് അതിൻ്റെ ശക്തിയാൽ മാറ്റിയാൽ ഭഗവാൻ പ്രാപ്തമാകും. അപ്പം നമ്മളെന്ത് വേണം? അതിൻ്റെ ശക്തി ഉപയോഗിച്ചിട്ടേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ സന്യസിക്കാൻ പോയാലൊന്നും അത് കിട്ടാൻ പോകുന്നില്ല. ആത്മീയതയിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല, നടക്കില്ല. അതാണ് കഥയിലൂടെ അർജുനൻ പറഞ്ഞത്, എനിക്ക് ഇവരെയൊന്നും കൊല്ലാൻ പറ്റില്ല, അത് കർമ്മമാർഗമാണ്, ഞാൻ എന്ത് ചെയ്തോളാം, ഏറ്റവും നല്ലത് ഉടുതുണിയെല്ലാം ഉപേക്ഷിച്ചിട്ട് അങ്ങ് സന്യസിക്കാൻ പോകുന്നതിൽ ഞാൻ പോയിക്കോളാം. നമ്മൾ ആത്മീയ ഗുരുക്കളെല്ലാം പറയുന്നത് അതാണ്, ജീവിതത്തിൻ്റെ ലക്ഷ്യം അതാണ്, ഇട്ടെറിഞ്ഞു പോകുക. അതിനൊന്നുമല്ല ജീവിതത്തിൻ്റെ ലക്ഷ്യം. ആ ശക്തി നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന കുറേ കർമ്മം ചെയ്തിട്ട് അതിനൊരു നല്ല സുന്ദരമായ ലോകം ഉണ്ടാക്കണം, അതിൽ പങ്കെടുക്കാനാണ്. അപ്പം അതിനെ പിന്നോട്ടേക്ക് പോകാനൊന്നും പറ്റില്ല. നമ്മളെ ജോലി തീർത്തേ പോകാൻ പറ്റും. അത് തന്നെ വിചാരിക്കണം. അതാണ് അർജുനനോട് കൃഷ്ണൻ പറഞ്ഞത്, നിന്നെ കൊല്ലാൻ വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഓൾറെഡി കാണിച്ചു തന്നു, ഇതാ നീ കൊല്ലുന്നതെല്ലാം കാണിച്ചു കൊടുത്തു, നീ തന്നെ ഇതാ കൊല്ലാൻ പോവുകയാണ്, ഇതെല്ലാം ഓൾറെഡി തീരുമാനിച്ചതാണ്. ആ ജോലി പോയി നീ ജയിച്ചു പോവാ. അതൊന്നും നടക്കുന്ന കാര്യമല്ല. സന്യാസ ആത്മീയതയൊന്നും പറയുന്ന നടക്കുന്ന കാര്യമല്ല. അവനവൻ്റെ ജോലി പോയി ചെയ്ത, ജോലി ചെയ്യുന്നതിന് വേറെ ഒന്നും ആലോചിക്കാനില്ല. നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഓരോ ജോലി അതാത് കാലത്ത് വരും, ചെയ്തു കൊടുത്തേക്കുക. അല്ലാതെ അതിനെ പോയിട്ട് ശരണം പ്രാപിച്ചിട്ട് ഒരു കാര്യമില്ല. ഒരു ആചാരങ്ങളെ കൊണ്ട് രക്ഷപ്പെടാൻ പോകുന്നില്ല. കാരണം നമ്മളെ ചെയ്യിപ്പിക്കാനാണ് വിട്ടിരിക്കുന്നത്. അത് ചെയ്തു കൊടുത്തേക്കുക. അതിലിടപെടാൻ ആർക്കും ആരാ ഇടപെടേണ്ട? ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ അവരെയെല്ലാം ഇതേമാതിരി മൂക്ക് കയറിട്ടിട്ട് പിടിച്ചു വെച്ചിരിക്കുകയാണ് ആ നിർഗുണമായ ഈശ്വരൻ. ഇവരെല്ലാം ദേവതകളാണ്, ഈശ്വരനല്ല. ഈശ്വരനേകനായ ആ നിർഗുണമായ അതാണ്. അത് തീരുമാനിച്ച് വിട്ടിട്ടുണ്ട്. ബ്രഹ്മാവിനെയും വിട്ടിട്ടുണ്ട്, വിഷ്ണുവിനെയും വിട്ടിട്ടുണ്ട്, എന്നെയും വിട്ടിട്ടുണ്ട്. ഇവരെല്ലാം അവരവരെ ജോലി ചെയ്തുകൊള്ളുക. മുഖ്യമന്ത്രിൻ്റെ ജോലി ചെയ്യുന്നു, ക്ലർക്കുകാരുടെ ജോലി ചെയ്യുന്നു. അത് ചെയ്തേ പറ്റുവാടി ഇരുന്ന് കഴിഞ്ഞാൽ. മുഖ്യമന്ത്രി എന്തെല്ലാം ആണെന്ന് തോന്നും, പക്ഷെ അല്ല, അദ്ദേഹം ചെയ്യാനുള്ള കർമ്മങ്ങൾ അദ്ദേഹം ചെയ്ത് തീർത്തോളൂ. അതിനാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്തെല്ലാം കർമ്മം ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുമുണ്ട്. അതുമാതിരി ക്ലർക്കിനോട് ഓരോ ജോലി ഈ തരത്തിൽ കണ്ടാൽ മതി. ബ്രഹ്മാവായാലും വിഷ്ണുവായാലും ദേവതകളായാലും ദേവിമാരായാലും അവരവരുടെ കർമ്മത്തിൽ മുറുകിയിരിക്കുക. വെറുതെ അവരെ പോയി ബുദ്ധിമുട്ടിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മുടെ ജോലി ചെയ്ത് തീർത്തു കഴിഞ്ഞാൽ ഓഫീസിൽ നമുക്ക് കാണാം കുറേ പേര് ഇരിക്കുന്നുണ്ടാവും. ചിലവർ തല പുറഞ്ഞ് ചൊറിഞ്ഞ് എല്ലാം ഉണ്ടായി ഇങ്ങനെ തീരുന്ന കാണുന്നവന് വിചാരിക്കും അവനാണുള്ള ജോലി മുഴുവൻ. എന്നാൽ വേറത്തെ ഒരു മേശയിൽ സുഖമായിട്ട് എല്ലാവരും ഇരിക്കുന്നത് ചെയ്തു തീർത്തിട്ടുണ്ടാവും, നോക്കുന്നുണ്ടാവും. കാരണം അവന് ജോലി ചെയ്യാൻ അറിയാം. അവൻ്റെ ജോലി അവൻ തീർത്തിട്ട് മേശയിൽ നോക്കുമ്പോൾ മേശയിലെല്ലാം ചെയ്തിട്ട് കൊടുക്കേണ്ടത് കൊടുത്തു വിട്ടിട്ട്. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഇവൻ കുഴിമടി ഒരു ജോലിയും ചെയ്യാതെ അങ്ങനെ ചുമ്മാ ഇരിക്കുകയാണ്. കാരണം അവനവൻ്റെ ജോലി ചെയ്തിട്ട് തീർത്തിട്ടാണ് ഇരിക്കുന്നത്. മറ്റവന്മാർ തീർക്കാൻ പാടാതെ ഇങ്ങനെ ഫയൽ ഇങ്ങനെ കൂടി കിടക്കും.
അതേപോലെ നമ്മളെ ജോലി വേഗം ചെയ്ത് നമ്മളെ ജനിപ്പിച്ചതിൻ്റെ ജോലി ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ വേറവൻ്റെ ജോലിയൊന്നും പൊറുക്കി നമുക്ക് തരില്ല. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിരക്തി വരും. ഓട്ടോമാറ്റിക് വെറുതെ ഇരിക്കുമ്പോൾ വിരക്തി വരില്ലേ? അവരെല്ലാം പാടുപെട്ടിട്ട് തീർത്തിട്ട് വീട്ടിൽ പോയിട്ട് പറയും, ഓ എനിക്ക് തീർത്താ തീരാ. ഇങ്ങേരാണെങ്കിൽ അരമണിക്കൂറോട്ട് ചെയ്യേണ്ട ജോലി എവിടെ എല്ലാം തീർത്തിട്ടിരിക്കും. പിന്നെ അങ്ങേക്ക് വിരക്തിയാണ്. ഓ ഇനിയിപ്പം വൈകുന്നേരം 4 മറ്റവരാണെങ്കിൽ തല ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെ ഇതൊന്ന് തീർക്കും. ഇവരാണെങ്കിൽ ഇനിയിപ്പം 4:30 വരെ 5 മണി വരെ എങ്ങനെ ഇരിക്കും. ആകെ വിരക്തി വരും. മടുപ്പ് ഈ ജോലി കളഞ്ഞിട്ട് പോകാൻ അവന് തോന്നും, മറ്റവനും തോന്നും. മറ്റേത് അവൻ്റെ കഴിവുകൾ കൊണ്ട് ജോലി ഭാരം കൊണ്ട്. അപ്പം മറ്റവനെന്താണുള്ളത്? കഷ്ടപ്പാടും ദുരിതവും. തീർത്താലും തീരുന്നില്ല, ജോലി കളഞ്ഞു കെട്ടിപ്പോയാൽ മതി എന്നുള്ള തീർത്താ തീരാത്ത ദുഃഖവും കഷ്ടപ്പാടുമാണ് അവന്. അപ്പം ഇവനാണെങ്കിൽ എല്ലാം ജോലി തീർന്നിട്ട് ഇരിക്കുകയാണ്. അപ്പം ഇവനെന്ത് വരും? ഇവന് വിരക്തിയാണ് വരുന്നത്. കളഞ്ഞു കെട്ടിപ്പോയി എന്തിനേ ജീവിതം, മടുപ്പ് തോന്നും. അങ്ങനെയുള്ളവനാണ് ബ്രഹ്മത്തിലേക്ക് ഉടുതുണി അടക്കം കളഞ്ഞിട്ട് പോകുന്നത്. കുടുംബത്തെ അവന് വിരക്തി തോന്നും. ജീവിതത്തിൽ ഇനി ഒന്നും ചെയ്യാനില്ല, എൻ്റെ മുഴുവൻ തീർന്നു. ഇതാണ് ആത്മീയതയിലേക്കുള്ള സന്യാസത്തിലേക്കുള്ള വഴി. പിന്നെ അവൻ ഒരാളോട് ആരെ കാര്യം നോക്കില്ല, അങ്ങ് പോയി കളയും. ഇതാണ് സന്യാസം. മറ്റവന് ദുരിതവും കഷ്ടപ്പാടുമാണ്. അതുകൊണ്ട് ബൗദ്ധിക ജീവിതം എന്ന് പറയുന്നത് ദുരിതവും കഷ്ടപ്പാടുമാണ്. രക്ഷപ്പെടാൻ പറ്റില്ല. തങ്ങൾക്കുള്ള ജോലി ചെയ്ത് തീർത്തേ പറ്റും. തീർത്തവന് ശാന്തി, സമാധാനം, അവന് ബ്രഹ്മസാക്ഷാത്കാരം. അപ്പം അതാര് തീരുമാനിക്കണം? ആ ശക്തി തീരുമാനിക്കണം. എന്തുകൊണ്ട് ആ ശക്തി എന്നെ ഇങ്ങനെ തീരുമാനിച്ച? എനിക്ക് നല്ല ബുദ്ധിയും കഴിവുമെല്ലാം തന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ മേശക്കുള്ള എല്ലാ ജോലിയും പെട്ടെന്ന് തീർത്തത്. മറ്റവനോ അത്ര ബുദ്ധിയൊന്നും കൊടുത്തിട്ടില്ല. നീ കിടന്ന് അവിടെ നിന്ന് കഷ്ടപ്പെടുന്നു പറഞ്ഞിട്ട് അവന് ബുദ്ധിയിലെ കഴിവും കുറച്ച് കുറവാണ്. അവനെ കിടന്ന് തല പറഞ്ഞുകൊണ്ട് അങ്ങനെ കഷ്ടപ്പെടും. ആകെ ചെറിയ ജോലിയേ ഉണ്ടാവും, തീരുമില്ല. അതങ്ങനെ തന്നെ സൃഷ്ടിച്ചു വെച്ചിരിക്കുക ആ ശക്തി. അപ്പം ഭൗതിക ലോകത്തിൽ ഉഴലുന്നവരാണ് ഭൂരിപക്ഷം ജനങ്ങളും. അവനവൻ്റെ കർമ്മന്മാർ തീർക്കുന്നു, അവൻ ശാന്തമായിട്ട് ബ്രഹ്മസാക്ഷാത്കാരം. ഇതാണ് സത്യം. ഇനി 12 ഈ പരമപുരുഷോത്തമൻ എല്ലാറ്റിൻ്റെയും അന്തരാമിയായി ജീവജാലങ്ങളുടെ ഹൃദയത്തിലുണ്ട്. നമ്മളെ ഹൃദയമാണ് നാഡികളുടെ കേന്ദ്രം. അതെല്ലാം പിന്നീട് വരും. ഹൃദയത്തിലൂടെയാണ് എല്ലാ അവയവങ്ങളെയും ഏതൊരു കമ്പ്യൂട്ടറിനും ഒരു IC ഉണ്ട്, പ്രോസസ്സറുണ്ട്. അതുപോലെ തന്നെ നാഡികളിലൂടെയാണ് നമ്മുടെ ശരീരത്തെ ആക്ടിവേറ്റ് ചെയ്യുന്ന ചിന്തകളെ ഉണർത്തുന്നത്. അതിൻ്റെ കേന്ദ്രം, ആ വർക്ക് ചെയ്യിപ്പിക്കുന്നതിൻ്റെ കേന്ദ്രമാണ് ഹൃദയം. എല്ലാത്തിനും ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഈ ശരീരം മുഴുവൻ ഈശ്വരൻ തന്നെയാണ്. കാരണം ബ്രഹ്മമാണ് ഈ ശരീരമായി മാറി, ഈശ്വരനാണ് ഈ ശരീരമായി മാറിയത്. വേറെ ലോകത്തിലൊന്നുമില്ല. വേറെന്തെങ്കിലും എടുത്തിട്ട് ഉണ്ടാക്കാൻ ഈശ്വരന് പറ്റില്ല. അതുണ്ടെങ്കിൽ അത് തന്നെ. ഇപ്പം സ്വർണം മാത്രമേ ഉള്ളത്, സ്വർണത്തിന് വേണ്ടി വളയും മാലയും എല്ലായിട്ട് മാറാം. അല്ലാതെ സ്വർണം വേറൊന്നും എടുത്തുണ്ടാക്കാൻ പറ്റില്ല. കാരണം വേറൊന്നും ഇല്ല, ബ്രഹ്മമേ ഉള്ളൂ. അപ്പം അത് തന്നെയാണ് ഈ ശരീരം. അപ്പം ഈശ്വരൻ തന്നെയാണ് ഈ ശരീരമായി മാറിയിരിക്കുന്നത്. പക്ഷേ ഇതിനെ ചലിപ്പിക്കുന്ന ആ കേന്ദ്രമുണ്ടല്ലോ, അത് ഹൃദയത്തിലാണ്. സ്വന്തം മായയാൽ മറഞ്ഞിരിക്കും. പക്ഷെ അതെങ്ങനെയിരിക്കുന്നത്? മായയാലാണ് മറഞ്ഞിരിക്കുന്നത്. നമ്മളെ അത് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലാണ് അതിൻ്റെ ഇരിപ്പ്. നമ്മളെന്ന് പറയുന്നത് ഞാനെന്ന ചിന്ത. അപ്പം അത് തന്നെയാണ് ഞാനെന്ന ചിന്തയായിട്ട്, അതിനാണ് ജീവാത്മാവ് എന്ന് പറയുന്നത്. പക്ഷെ അത് മറഞ്ഞിരിക്കുകയാണ് മറ്റതിൽ നിന്ന്. ജീവാത്മാവിനാണ് ബുദ്ധിയെല്ലാം കൊടുത്തിരിക്കുന്നത്, കാണാനും കേൾക്കാനും. പക്ഷെ അതിനെ കാണാനും കേൾക്കാനും ഒന്നും പറ്റൂല. ബുദ്ധി ഉപയോഗിച്ച് മനസ്സുകൊണ്ടൊന്നും അതിനെ മനസ്സിലാക്കാനും പറ്റില്ല. ഞാനെന്ന ചിന്ത, ബുദ്ധി, ഇന്ദ്രിയങ്ങളെല്ലാം ഉണ്ടെങ്കിലും ഇതിനെ മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതാണ് മായയാൽ മറഞ്ഞിരിക്കുക. അവിടെയാണ് മായ കിടക്കുന്നത്. അപ്പം മായാലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ പരമാത്മാവാണ് നിർഗുണമായ ബ്രഹ്മം. അതാണ് ഞാനായി മാറിയത്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ആ ഞാൻ എന്തിൽ നിന്നുണ്ടായോ എന്നത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ശാസ്ത്രലോകങ്ങൾ ഈ ശരീരം അനലൈസ് ചെയ്തിട്ട് ഇലക്ട്രോണ്, പ്രോട്ടോണ്, ഊർജം ക്വാണ്ടത്തിലെത്തിയതിൻ്റെ ശേഷം അതെന്തിൽ നിന്നുണ്ടായോ എന്ന് നോക്കുമ്പോൾ അത് അന്തം വിട്ടുപോയത്. അവന്മാർ മതിയാക്കിയിട്ട് പോയി. അതിനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അത് മായയാൽ മറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഭഗവാനെ ആശ്രയിച്ച് ബുദ്ധിയെ തീക്ഷ്ണമാക്കി, അപ്പം നമ്മളെ ബുദ്ധി ഇങ്ങനെ ഉണ്ടോ എന്നുള്ള ഒരു ചിന്തയിൽ, അതാണ് ബുദ്ധിയെ ഇവനീ പറയുന്നത്, ഇവനിവിടെ കിടന്നിട്ട് എന്തല്ലോ പറയുന്നുണ്ടല്ലോ, ഇത് ശരി തന്നെയാണോ, യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുണ്ടോ എന്ന് ബുദ്ധിയെ ചിന്തിച്ചുകൊണ്ട് പോകുമ്പം എവിടെ എത്തും? ആ പരമാത്മാവ് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ ഇവിടെ ജോലിയൊന്നും, വേറെ ജോലിയൊന്നും ഇല്ലായിരിക്കണം. വെറുതെ ചുമ്മാ ഇരിക്കുമ്പോഴേ അതിനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അല്ലാതെ അതിനെ തന്നെ അപ്പോൾ എന്താണ് അതെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കണം. അത് ചിന്തിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ ബാക്കി ജോലി ഇല്ലാതിരിക്കണം. അപ്പം ബാക്കി ജോലി തീർന്നവന് മാത്രമേ ഈ പ്രപഞ്ചത്തിൽ, ഈ ജന്മത്തിലും അടുത്ത ജന്മങ്ങളിലും ചെയ്യേണ്ട ജോലി തീർന്നെങ്കിൽ മാത്രമേ അങ്ങനെ ഇരുന്ന് ചിന്തിക്കാൻ പറ്റുകയുള്ളൂ. അല്ലാതെ സന്യാസി എന്നും പറഞ്ഞ ഒരു കാവ്യം എടുത്ത് കൊടുത്തിട്ട് അങ്ങ് പോയാൽ, സന്യാസിക്ക് കാവ്യമൊന്നും പറഞ്ഞില്ല, ഒന്നും വേണ്ട. ഈ ആത്മീയതയിലേക്ക് തിരിക്കുന്നതിന് ഉടുതുണി അടക്കം കളഞ്ഞിട്ട് ഭാര്യനെയും മക്കളെയും എല്ലാം ഉപേക്ഷിച്ച് പോകണം. അപ്പം അവസ്ഥയെത്തും നമ്മളെ എല്ലാ കർമ്മങ്ങളും ചെയ്തേ. പക്ഷേ നമുക്ക് എന്നും കുറേ ജന്മത്തിൽ കർമ്മമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇരുന്നിട്ട് അതിനെ ചിന്തിക്കാനൊന്നും സമയം കിട്ടില്ല, ആ കോൺസെൻട്രേഷൻ കിട്ടില്ല. കിട്ടാത്തതിന് കാരണം കുറേ ജോലി ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാനന്ന് ചിന്ത ഉണ്ടാക്കിയതിനാണ്, നീ പോയി ചെയ്യട, ആദ്യം പല്ലിലേക്ക് പോയി ചായ കുടിക്കുക, ചായ ഉണ്ടാക്കുക, കുടിക്കുക എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഓരോന്നിൻ്റെ പിന്നാലെ ഓടിച്ചോടിയിരിക്കുമ്പോൾ എങ്ങനെ പിന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി ആത്മീയത വിട്ടേക്കുക. അവനവൻ്റെ ബൗദ്ധിക ലോകത്തിൽ ആ ശക്തിയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനായിട്ട് ചെയ്യാം നിസ്വാർത്ഥ കർമ്മം. ലോകത്തിനായിക്കൊണ്ട്, പണം ഉണ്ടാക്കാനല്ല, ഭാര്യ മക്കളെ പോറ്റാനൊന്നുമല്ല. ആ ശക്തിക്ക് വേണ്ടി, ആ ശക്തി എന്നെ എന്തിനോ സൃഷ്ടിച്ചിട്ടുണ്ട്, ഭാര്യനെ എന്തോ ചെയ്യുന്നത് സൃഷ്ടിച്ചിട്ടുണ്ട്. നമ്മളെ തമ്മിലെല്ലാം അത് ബന്ധിപ്പിച്ചിട്ട്, കാരണം അത് തന്നെയാണ് എല്ലാമായിട്ട് പറയുന്നത്. ഞാനും ഭാര്യയും മക്കളും എല്ലാം ബ്രഹ്മം തന്നെയാണ്, അടുത്ത ശത്രുവും ബ്രഹ്മം തന്നെയാണ്. ആ തത്വം അതും നടക്കുന്ന കാര്യമൊന്നുമല്ല. രാവിലെ എണീക്കുമ്പോൾ തന്നെ മറ്റു മതങ്ങളെ തെറി പറയാൻ വേണ്ടിയിട്ടാണ് എണീക്കുന്നത്. തൊട്ടാ അശുദ്ധമായ വിഭാഗങ്ങൾ തൊട്ടുപോയി, അത് ആർത്തവളസുയാണ്, ഇങ്ങോട്ട് വരാൻ പാടില്ല. ഇങ്ങനെയുള്ള ചിന്തകളും കൊണ്ട് ഇറങ്ങുന്നവർക്ക് എവിടെയാണ് ആത്മീയത? ആത്മീയൊന്നും നടക്കില്ല. വെറുതെ ഇങ്ങനെ പറഞ്ഞ് എന്തെല്ലോ കാട്ടിക്കൂട്ടാം. കാരണം അങ്ങനെ ആ ശക്തിയും അങ്ങനെയും ആൾക്കാരെ സൃഷ്ടിച്ചിട്ടുണ്ട്, എന്തെല്ലോ കാട്ടിക്കൂട്ടുന്നുണ്ട്. അതെല്ലാം കണ്ടിട്ട് നല്ലോണം രസിച്ചിരിക്കും. നമ്മളും പിള്ളേരെ ഉണ്ടാക്കിയിട്ട് പിള്ളേർ അവിടെ നിന്ന് തമ്മിൽ തല്ലും അടികൂടി കൂടി ഇതൊക്കെ നമ്മൾ രസിച്ചുകൊണ്ടിരിക്കും. നമുക്ക് രസിപ്പല്ല, ചിലപ്പോൾ അടി കൊടുക്കാനും തോന്നും. ഇവന്മാർക്ക് രണ്ടിട്ട് നല്ലോണം പൊട്ടിക്കാമെന്ന് തോന്നും, അമ്മമാരെ കളി കാണും. എന്നാലും ചിലപ്പോഴെല്ലാം രസിക്കും, ചിലതെല്ലാം കാണുമ്പോൾ രസിക്കുമല്ലോ. അതും ഒരു രസം തന്നെ. അതുവരെ ആ ശക്തിയും ഇങ്ങനെ കുറേ എണ്ണത്തെ സൃഷ്ടിച്ചിട്ട് എന്തെല്ലോ കാട്ടിക്കൂട്ടുന്നത്, മണ്ടത്തരങ്ങൾ വിളിച്ചു കൂട്ടി നടക്കുന്നുണ്ട്. അതും കേട്ട് രസിച്ചങ്ങനെ ആ ശക്തി ഇരിക്കുകയാണ് ഉള്ളിലും. ഈ ശരീരം തന്നെ അതാണ്. അതുകൊണ്ട് ഭഗവാനെ ആശ്രയിച്ച്, അപ്പം ഭഗവാനിൽ മനസ്സർപ്പിച്ച് ബുദ്ധിയെ തീക്ഷ്ണമാക്കി, തീക്ഷ്ണമായ, അതാണ് മെഡിറ്റേഷനിലൂടെ അതിനെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഭഗവാന്റെ കൃപയുണ്ടായാലേ നടക്കുള്ളൂ. കാരണം ഇനി ജോലി കിടക്കുന്നുണ്ടെങ്കിൽ അവൻ ആ ശക്തി പോയി ചെയ്യണം, വേറെ ജോലി ഒരാഗ്രഹം ഉണ്ടാക്കിയിട്ട്. അപ്പം പിന്നെ അതിൻ്റെ പിന്നാലെ അതല്ലേ രംഭേനി തിലോത്തമേനി എല്ലാവർക്കും ചിലപ്പോൾ അയക്കുക. കണ്ടിട്ടില്ലേ, എന്തൊക്കെ തപസ് ചെയ്യാൻ പോകുമ്പോൾ രംഭേനെ പിടിച്ച് രംഭേനെത്തി, അതിനാണ് സ്ത്രീകളിൽ എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഭൗതിക വസ്തുക്കൾ അങ്ങനെയുള്ള അതിൻ്റെ അർത്ഥം.
സ്ത്രീകൾക്ക് ഇത് ബാധകമാണ്. സ്ത്രീകൾ ഇത് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേർത്തം കയറി വരും, ഭർത്താവ് കയറിയോ വേറെ വല്ലവരും കയറി വരും. എല്ലാത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ലാതെ സ്ത്രീകൾ പ്രത്യേകം അതുകൊണ്ട് അങ്ങനെയാണെന്നൊന്നും ചെയ്യില്ല. സ്ത്രീകളെ സംബന്ധിച്ചോളം തിരിച്ചു കാണും. ഇത് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേർത്തം വരുമ്പോൾ ആ ശരി ഇതെല്ലാം വിട്ടിട്ട് ഒറ്റപ്പോക്കാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃപ ലഭിക്കുകയും അപ്പോൾ അദ്ദേഹത്തെ ദർശിക്കാം. എപ്പോഴേ ദർശിക്കാൻ പറ്റും? ഒറ്റൊരു ഉത്തരം, നമ്മുടെ ജോലി തീർന്നെങ്കിൽ മാത്രം. തീരാതെ നടക്കില്ല പരിപാടി. വെറുതെ വേഷം കെട്ടിയിട്ട് സമയം കളയണ്ട. വേഗം തന്നെ നമ്മൾ ചെയ്യേണ്ട ജോലി ചേർത്ത് സമാധാനമായി ഇരുന്നാൽ വലിയ ആഗ്രഹങ്ങളൊന്ന് കുറച്ച് സമയത്ത് ഉണ്ടാക്കാം. അപ്പോൾ ഒരു ശാന്തതയായിരിക്കും. നമ്മുടെ ജോലിയെല്ലാം തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് ശാന്തതയല്ലേ. അടുക്കളയെല്ലാം വൃത്തിയാക്കി വന്നിരിക്കുകയാണ്, ശാന്തതയാണ്. പിന്നെ അടുത്ത വൈകുന്നേരം ആകുമ്പോഴാണ് പിന്നെ ആദ്യം തലക്ക് ലെവലില്ലാതെയാകുന്നത്. അപ്പം നമ്മുടെ ജോലി തീർത്താൽ ശാന്തതയാണ്. അല്ലാതെ വേറെ ആളുടെ ജോലിയൊന്നും നമുക്ക് തരില്ല. ആ ശക്തിക്ക് അങ്ങനത്തെ പരിപാടി. ഓഫീസിലാണെങ്കിൽ ഒരുത്തം തരാം, എടോ നീ മറ്റേ ജോലിയും കൊണ്ടുപോയി ഇവിടെ കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുത്തരും. ആ ശക്തി അങ്ങനെയൊന്നും ചെയ്യില്ല. നമ്മളെ ചെയ്തതിനൊരു ജോലിയുണ്ട്, അത് തീർന്നാൽ നമുക്ക് ഇരിക്കാം. അപ്പം ശാന്തതയാകുമ്പോഴാണ് ഇങ്ങനെ ആത്മീയ എല്ലാം ചിന്ത വരുന്നത്. ആ സമയത്ത് കുറച്ച് ആത്മീയ ചിന്ത ഇതുമെല്ലാം വരും. ഈ ശരിയായ ചിന്ത, എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന ചിന്ത വരും. അപ്പോഴേക്കും മറ്റേ ജോലി ചെയ്യേണ്ട സമയം ഇതെല്ലാം കളഞ്ഞു കെട്ടി പിന്നെ അതിൻ്റെ പിന്നാലെ പോകും. ബ്രഹ്മസാക്ഷാത്കാരം കിട്ടില്ല. അത് ഈ ജന്മത്തിലും അടുത്ത ജന്മത്തിലും ജോലിയെല്ലാം തീർന്നവർക്കേ